യഥോധർമ്മ തഥോജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത് ദുര്യോധനെ ചിത്രസേനനും കൂട്ടരും ബന്ദികളാക്കുന്നതും ദുര്യോധനെയും ധാർത്തരാഷ്ട്രന്മാരെയും ബന്ദിയാക്കിയ വിവരം ദുര്യോധനന്റെ മന്ത്രിമാരും സേനാനായകനും യുധിഷ്ഠിരനെ പോയി അറിയിക്കുന്നതുമായ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത്. ദുര്യോധനെയും അന്തഃപുര സ്ത്രീകളെയും എല്ലാവരെയും ചിത്രരഥനും കൂട്ടാളികളും ബന്ധരാക്കിയിരിക്കുകയാണ് എന്ന വിവരം യുധിഷ്ഠിരനെ അറിയിച്ചതിന് ശേഷം ഏതെങ്കിലും വിധേന അങ്ങ് യുധിഷ്ഠിരനെ അവരിൽ നിന്നും രക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ടു നിൽക്കുകയായിരുന്ന ഭീമസേനൻ സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അവരന്മാരെ ഉപദ്രവിക്കുന്നവന്റെ ഫലം ഇതുതന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടതാണ് കേവലം ഗന്ധർവന്മാർ ചെയ്തിരിക്കുന്നത്. തൻ്റെ പ്രതാപം വിളിച്ചറിയിക്കുന്നതിലേക്ക് വേണ്ടിയും നമ്മളെ അസൂയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയും ആണ് ദുര്യോധനൻ ഈ വനത്തിലെത്തിയതും ആ ദുര്യോധനന് ഇപ്പോൾ ഈ ഗതി ഉണ്ടാക്കിയത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വിജയമാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയായിരുന്ന ഭീമസേനനോട് യുധിഷ്ഠിരൻ പറഞ്ഞു: അനുജ, അരുത്. ദുര്യോധനാദികൾ നമ്മുടെ സഹോദരന്മാരാണ്. വലിയച്ഛൻ്റെ പുത്രന്മാരായ അവരെ ഗന്ധർവന്മാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നീ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് നീയും അനുജന്മാരുമായി ചിത്രസേന നേരിട്ട് ദുര്യോധനെയും അന്തഃപുര സ്ത്രീകളെയും മറ്റ് കൗരവരെയും രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് യുധിഷ്ഠിരൻ ഭീമസേനോട് പറയുകയും ഏതൊരു കാരണവശാലും രാജാവിൻ്റെ മുന്നിൽ അഭയം അഭ്യർത്ഥിച്ചു വരുന്ന ഏതൊരു വ്യക്തിയെയും നിരുത്സാഹപ്പെടുത്തി വിടുന്നത് രാജധർമ്മമല്ല, ക്ഷത്രിയധർമ്മമല്ല. ആയതിനാൽ എത്രയും വേഗം നിങ്ങൾ താഴ്വാരത്തിലെത്തി ദുര്യോധനാദികളെ ചിത്രസേനയിൽ നിന്നും സംരക്ഷിക്കണമെന്ന് യുധിഷ്ഠിരന്റെ കൽപ്പന കേട്ട അല്പവും അമാന്തിക്കാതെ ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും എത്രയും പെട്ടെന്ന് തന്നെ പടച്ചട്ട അണിഞ്ഞ് അമ്പും വില്ലുമെടുത്ത് ദുര്യോധനന്റെ മന്ത്രിമാർ കൊണ്ടുവന്ന തേരിലേറി താഴ്വാരത്തിലേക്ക് പുറപ്പെട്ടു. താഴ്വാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാണുന്ന കാഴ്ച ചിത്രസേനനും ഗന്ധർവന്മാരും ദുര്യോധന ആദികളുമായി ദേവലോകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ ദേവലോകത്തേക്ക് പുറപ്പെടാൻ പോകുന്ന ചിത്രസേനനെ അർജുനൻ തടഞ്ഞു നിർത്തി: അല്ലയോ ചിത്രസേന, നമ്മുടെ സഹോദരന്മാരായ കൗരവന്മാരെ വിട്ടയക്കുക. എന്നാൽ ചിത്രസേനൻ ഒരു കാരണവശാലും കൗരവന്മാരെ വിട്ടയക്കുന്നതല്ലെന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ നമ്മളോട് യുദ്ധം ചെയ്ത് നമ്മളെ തോൽപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നെ അമാന്തിക്കാതെ തന്നെ അർജുനനും സഹോദരന്മാരും ചിത്രസേനനും ഗന്ധർവന്മാരുമായി യുദ്ധം തുടങ്ങുകയും അതിഘോരമായ യുദ്ധമായി അത് പരിണമിക്കുകയും നാഴികകൾ കഴിയവേ ഗന്ധർവന്മാരുടെ മായായുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പാണ്ഡവരും വളരെയധികം ബുദ്ധിമുട്ടിയെങ്കിലും അർജുനൻ ദേവലോകത്തിൽ നിന്നും നേടിയിട്ടുള്ള അനേകം ദിവ്യാസ്ത്രങ്ങളെയും ദിവ്യമന്ത്രങ്ങളെയും ബലത്താൽ ചിത്രസേനന്റെ മായായുദ്ധം മനസ്സിലാക്കുകയും പ്രത്യാക്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി ചിത്രസേനൻ തോൽക്കും എന്ന് ഉറപ്പു വന്നപ്പോൾ
അർജുനോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ അർജുന, യുദ്ധം നമുക്ക് നിർത്താം. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ശത്രുവല്ല, നിന്റെ സഖാവാണ്. ആയതിനാൽ യുദ്ധം നിർത്തുക എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ അർജുനൻ യുദ്ധം നിർത്തുകയും പാണ്ഡവർ എല്ലാവരും യുദ്ധം നിർത്തി ചിത്രസേനൻ അടുത്തെത്തി. അർജുൻ ഈ പ്രകാരം ചോദിച്ചു, അല്ലയോ ചിത്രസേന, എൻ്റെ മിത്രമാണ് അങ്ങ് എന്ന് പറയുന്നുവെങ്കിലും എനിക്കും അങ്ങ് എൻ്റെ മിത്രം തന്നെയാണ്. എന്തിനാണ് അങ്ങ് ദുര്യോധനാദികളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധിതരാക്കി അങ്ങ് ദേവലോകത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്? എന്താണ് കാരണമെന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ചിത്രസേനൻ അർജുനോട് പറഞ്ഞു, അല്ലയോ അർജുന, നീ കാണുന്നവരല്ല ഈ ദുര്യോധനും ദുശാസനാദികളും. ഇവർ അവരുടെ ഹുങ്ക് കാണിക്കുന്നതിലേക്ക് വേണ്ടി, നിങ്ങളെ പരിഹസിക്കുന്നതിലേക്ക് വേണ്ടി ആണ് ഈ കാരണത്തിൽ ഇത്രയും പടയാളികളോടുകൂടി, ആനപ്പട കുതിരപ്പടയോടുകൂടി ഇവിടെ എത്തിയത്. ഇത് മനസ്സിലാക്കി ദേവേന്ദ്രൻ എന്നോട് നിർദ്ദേശിക്കുകയായിരുന്നു, വനത്തിൽ വസിക്കുന്ന പാണ്ഡവരെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ദുര്യോധനാദികളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി എൻ്റെ മുന്നിലെത്തിക്കണം എന്ന് ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മളിവിടെ എത്തിയത് എന്ന് ചിത്രസേനൻ അർജുനെ അറിയിക്കുകയും, ഇത് കേട്ടുകഴിഞ്ഞ അർജുനൻ വീണ്ടും പറഞ്ഞു, അല്ലയോ ചിത്രസേന, അങ്ങീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തന്നെയും അങ്ങ് ഇന്ദ്രകൽപ്പനയനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിലും അങ്ങ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായാലും എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ കൽപ്പന പാലിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. അത് നമുക്ക് ചെയ്തേ തീരൂ. അതുകൊണ്ട് ദുര്യോധനാദികളെ നീ കെട്ടഴിച്ചു വിടുക. ചിത്രസേനൻ പറഞ്ഞു, അല്ലയോ അർജുന, ധർമ്മപുത്രർ ഈ ദുര്യോധനന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ആയിരിക്കും നിങ്ങളെ ആജ്ഞാപിച്ചയച്ചത്. നമുക്കെല്ലാവർക്കുമായി ധർമ്മപുത്രനെ അടുത്തെത്താം. അദ്ദേഹം വീണ്ടും ഈ വിധം ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഞാൻ ആവശ്യം നിറവേറ്റാം എന്ന് പറഞ്ഞ് ചിത്രസേനനും ഗന്ധർവന്മാരും കൗരവരെയും കൂട്ടി യുധിഷ്ഠിരനടുത്തെത്തുകയും യുധിഷ്ഠിരൻ വിവരങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ, അല്ലയോ മിത്രമേ ചിത്രസേന, എൻ്റെ സോദരൻ ദുര്യോധനനെ നീ കെട്ടഴിച്ചു വിടുക. ദുര്യോധനാദികളിൽ നിന്ന് നമുക്ക് യാതൊരുവിധ ഭീഷണിയും ഉണ്ടാകുന്നില്ലെന്നും അഥവാ ഉണ്ടായാലും അവയെ നേരിടാൻ നമുക്ക് തന്നെ കഴിയുമെന്നും അവർ എൻ്റെ സഹോദരന്മാരാണെന്നും നമ്മൾ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സമയത്ത് മാത്രം നമ്മൾ 5 പേരും അവർ 100 പേരും ആയി നമ്മൾ കാണുന്നുവെങ്കിലും പുറത്തുണ്ടാകുന്ന മറ്റേതൊരു സംഭവങ്ങളെയും നമ്മൾ കാണുന്നത് 105 പേരും നമ്മൾ ഒന്നായിട്ടാണ്. ഒരു കാരണവശാലും അന്തഃപുര സ്ത്രീകളെയും കൗരവരായ എൻ്റെ സഹോദരങ്ങളെയും അഴിച്ചുവിടാതിരിക്കാൻ ഞാൻ അനുവദിക്കുന്നതല്ല. ആയതിനാൽ ദുര്യോധനെ എത്രയും പെട്ടെന്ന് അഴിച്ചുവിടുക എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ചിത്രസേനൻ ദുര്യോധനെയും മറ്റ് ധാർത്തരാഷ്ട്രന്മാരെയും വിമുക്തരാക്കുകയും യുധിഷ്ഠിരനോടും അർജുനനോടും മറ്റ് കൗരവരോടും യാത്ര പറഞ്ഞ് ഗന്ധർവനും കൂട്ടാളികളും അങ്ങ് ഇന്ദ്രലോകത്തേക്ക് പോവുകയും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ഇന്ദ്രൻ വളരെ സന്തോഷിക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം യുധിഷ്ഠിരൻ ദുര്യോധനെ അടുത്ത് വിളിച്ച്, അല്ലയോ ഉണ്ണി ദുര്യോധന, പ്രബലനായ ചിത്രസേനനും കൂട്ടരും നിന്നെ നിഗ്രഹിക്കാതെ വിട്ടത് വളരെയധികം ഭാഗ്യമായി. എനിക്ക് എൻ്റെ സഹോദരൻ നഷ്ടപ്പെടാതിരിക്കുന്നു. എന്തായാലും ഉണ്ണി, നീ ഇത്തരം സാഹസങ്ങൾ തുടർന്നും കാണിക്കാതിരിക്കുക. സാഹസം കാണിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു സമയത്തും ശുദ്ധമായ സമാധാനം ഉണ്ടാകുന്നതല്ല. ആയതിനാൽ നീ സന്തോഷവാനായി മറ്റ് കൗരവരെ അനുജന്മാരെയും അന്തഃപുര സ്ത്രീകളെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന്. വളരെയധികം അപമാനിതനായി നിൽക്കുകയായിരുന്ന ദുര്യോധനൻ ഏത് വിധേനയും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയിൽ നിൽക്കുമ്പോൾ യുധിഷ്ഠിരന്റെ ഈ കൽപ്പന വളരെ അനുഗ്രഹമായി തോന്നുകയും യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് വണങ്ങിയതിനു ശേഷം
അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. പോകുന്ന വഴി ഒരു കാരണവശാലും ദുര്യോധനന് മാനസികമായി ഈ സംഭവങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ ശത്രുക്കൾ ഇത്രയും ശത്രുതാ മനോഭാവത്തോടു കൂടി ഞാൻ കാത്തു സൂക്ഷിക്കുന്ന പാണ്ഡവരുടെ സംരക്ഷണയിൽ രക്ഷപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിനാൽ വളരെയധികം അപമാനിതനായി തോന്നിയ ദുര്യോധനൻ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തീരുമാനിക്കുകയും എല്ലാവരുമായി ഹസ്തിനപുരിയിലേക്ക് പോകുന്ന വഴി അതിവിശാലമായ ഒരു മൈതാനത്തിലെത്തുകയും അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ എത്തിയ കർണൻ ദുര്യോധനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദുര്യോധന, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ സേനാ അംഗങ്ങൾ ഓടിപ്പോകുന്നത് കണ്ട് അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയാണ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് പോന്നുവെങ്കിലും അങ്ങ് ഒറ്റയ്ക്ക് ചിത്രസേനനെയും പ്രബലരായ കൂട്ടാളികളെയും തോൽപ്പിച്ച് തിരിച്ചു വന്നല്ലോ, അതിൽ സന്തോഷമുണ്ട് എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ദുര്യോധനൻ കർണനോടായി പറഞ്ഞു: കർണ, നീ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ചിത്രസേനനും ഗന്ധർവന്മാരും എന്നെയും അനുജന്മാരെയും അന്തഃപുര സ്ത്രീകളെയും ബന്ധിതരാക്കി അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത് പാണ്ഡവരാണ്. യുധിഷ്ഠിരന്റെ ഔദാര്യത്താലാണ് എൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞാൻ വളരെയധികം അപമാനിതനായിരിക്കുന്നു. എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ പ്രായോപവേശം, അതായത് പട്ടിണി മരണം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഹേ ദുര്യോധന, നീ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? പാണ്ഡവർ ഇപ്പോൾ നീ രാജാവും ഈ രാജ്യത്ത് വസിക്കുന്ന പ്രജകളും മാത്രമാണ്. ആ പ്രജകൾക്ക് രാജാവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുള്ളതാണ്. ആ ബാധ്യത മാത്രമാണ് അവർ നിർവഹിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ദുഃഖിക്കേണ്ടതായോ വ്യസനിക്കേണ്ടതായ കാര്യമില്ല. നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം എന്ന്. എന്തായാലും വളരെ വൈകിയ ആ വേളയിൽ അന്ന് അവിടെ വിശ്രമിക്കാൻ തീരുമാനിക്കുകയും ഈ സമയം അവിടെ ഓടിയെത്തുകയായിരുന്ന ദുശാസനും ശകുനിയുമൊക്കെ ദുര്യോധനന്റെ ഈ ഉദ്യമത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വളരെ അധികം കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അപമാനിതനായ ദുര്യോധനൻ ആത്മാഹുതി ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയും ദർഭ വിരിച്ച് ആ മൈതാനത്ത് കിടക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് എല്ലാവരും അവിടെ വിശ്രമിക്കാൻ തീരുമാനിക്കുകയും രാത്രി വളരെ വൈകുകയും എല്ലാവരും ഉറക്കമാവുകയും ചെയ്ത സന്ദർഭത്തിൽ അങ്ങ് പാതാളത്തിൽ നിന്ന് അസുരന്മാർ കൃത്യ എന്ന പേരുള്ള ഒരു ഭൂതത്തെ പറഞ്ഞയക്കുകയും ആ മൈതാനത്തിൽ എല്ലാവരുമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കൂട്ടത്തിൽ നിന്ന് ദുര്യോധനെ കൃത്യ താങ്ങിയെടുത്ത് പാതാള ലോകത്തേക്ക് പോവുകയും ചെയ്തു. പാതാളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അസുരന്മാർ: അലയോ ദുര്യോധന, അങ്ങ് കേവലം മനുഷ്യനല്ല, അങ്ങ് വളരെ ദീർഘനാൾ ആളായി ചക്രവർത്തിയായി ഭൂലോകം വാണല്ലേണ്ട വ്യക്തിയാണ്. അങ്ങ് പ്രായോപവേശം എന്നത് ഒരു കാരണവശാലും ചിന്തിക്കുകയേ വേണ്ട. ദേവന്മാരെ പ്രകാരം പാണ്ഡവരെ സഹായിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി അസുരന്മാർ നിന്നെ സഹായിക്കുന്നതാണ്. അതിലേക്ക് വേണ്ടി അനേകം അസുരന്മാർ മനുഷ്യരായി ഭൂലോകത്ത് ഹസ്തിനപുരിയിൽ തന്നെ ജനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ട നരകാസുരന്റെ ആത്മാവ് കർണനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആ കർണൻ പാണ്ഡവരും നിങ്ങളുമായി ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും അർജുനനെ കർണൻ നിഗ്രഹിച്ചിരിക്കും. അതേപോലെ തന്നെ അനേകം പ്രബലന്മാരായ അസുരന്മാരുടെ ആത്മാക്കൾ ഭീഷ്മരുടെയും വിതുരരുടെയും ദ്രോണ കൃപന്മാരുടെയും ഒക്കെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും നിനക്ക് വേണ്ടി നിന്നോടൊപ്പം നിന്ന് യുദ്ധം ചെയ്ത് പാണ്ഡവരെ തോൽപ്പിക്കുന്നതാണ്. ഒരു കാരണവശാലും നീ ഭയക്കേണ്ടതില്ല. അസുരന്മാരുടെ പൂർണ്ണ പിന്തുണ നിനക്കൊണ്ട്. നീ സന്തോഷമായി
നാട്ടിലെത്തുക, രാജ്യം വാഴുക എന്ന്. ഇത് പറഞ്ഞതിന് ശേഷം ആ കൃത്യ എന്ന ഭൂതം തന്നെ ദുര്യോധനെ എടുത്ത് ഉറങ്ങിക്കിടന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തുകയും പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഉറക്കം ഉണർന്ന ദുര്യോധനൻ ഈ കാര്യങ്ങൾ തൻ്റെ കൂട്ടാളികളായ സഹോദരന്മാരോടോ കർണനോടോ ശബരിയോടോ ഒന്നും അറിയിച്ചില്ല. എങ്കിലും ഉറക്കമെണീറ്റ ദുര്യോധനോട് കർണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദുര്യോധന, നിന്റെ ഇന്നലെ ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം മാറ്റിവെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് യാത്രയാകാം. നീ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, 13 വർഷങ്ങൾ പൂർത്തിയാക്കി പാണ്ഡവർ തിരിച്ചെത്തുകയാണ് എങ്കിൽ, നമ്മൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അർജുനൻ നിഗ്രഹിക്കുന്നതാണ്. മറ്റുള്ളവരെല്ലാവരും ചേർന്ന് മറ്റ് പാണ്ഡവരെയും നിഗ്രഹിച്ച് നിനക്ക് സന്തോഷമായി രാജ്യം ഭരിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരാം. നീ ഒരു കാരണവശാലും ഭയക്കേണ്ട എന്ന്. എന്നാൽ ഓടിപ്പോകുന്ന കർണനാൽ അത് അസാധ്യമാകും എന്ന് നനയ്ക്കാതെ നരകാസുരന്റെ ആത്മാവ് ഉള്ളിൽ കടന്നിരിക്കുന്നതിനാൽ കർണൻ അതിന് കഴിയും എന്ന് തന്നെ ദുര്യോധനൻ വിശ്വസിക്കുകയും എല്ലാവരുമായി ഹസ്തിനപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇവിടെ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.